തലസ്ഥാനത്ത് ബി ജെ പി ഭരണം പിടിക്കുകയാണെങ്കിൽ, അതായത് തലസ്ഥാന നഗരസഭ ബി ജെ പി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. ഇനി അങ്ങോട്ട് വികസനത്തിൻ്റെ നാളുകളായിരിക്കും. ബി ജെ പിയുടെ പ്രഖ്യാപനമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. സാധാരണ എല്ലാ പാർട്ടിക്കും അതത് ജില്ലാ അധ്യക്ഷന്മാരുണ്ടാവും. ഒന്നുകിൽ ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. ഇപ്പോൾ CPM-നും CPI-ക്കും ഒക്കെ ജില്ലാ സെക്രട്ടറിമാരാണ്. കോൺഗ്രസ്സിന് KPCC ജില്ലാ പ്രസിഡൻ്റാണ്, DCC പ്രസിഡൻറ്റ്. ബി ജെ പി അടുത്ത കാലത്ത് ഇത് ഒരു മാറ്റം വരുത്തി. ഇതിൽ മാറ്റം വരുത്തി 14 ജില്ല എന്നുള്ളത് മാറ്റിയിട്ട് 30 ആക്കി. അപ്പോൾ ഈ 30 ജില്ലാ പ്രസിഡന്റുമാരെ ബി ജെ പി വയ്ക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു പുനർനിർണയം 2026 നടക്കും. അത് 2026 മൊത്തത്തിൽ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പം തമിഴ്നാട്, ബംഗാൾ, അതുപോലെയുള്ള വലിയ വലിയ സ്റ്റേറ്റുകൾ, മഹാരാഷ്ട്ര ഒക്കെ സീറ്റുകളുടെ എണ്ണം നമുക്കറിയാം. 39, 38, 40 ഒക്കെയാണ്. ഇവിടെ 20. പക്ഷേ ജനസംഖ്യ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രദേശം കുറവാണെങ്കിലും, ഭൂമി കുറവാണെങ്കിലും ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. UP-യിൽ 80 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ കണക്ക് വെച്ച് നോക്കിയാൽ UP-യിലടക്കം എല്ലായിടത്തും കൂടണം. അങ്ങനെ കൂടുമ്പോൾ കേരളത്തിലും അതിൻ്റെ മാറ്റം വരും. കേരളത്തിൽ 20 എന്നുള്ളത് തീർച്ചയായിട്ടും വർദ്ധിക്കും. എല്ലാവരും 1-2 സീറ്റൊക്കെ കൂടും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അത് വരാൻ പോകുന്നത് ഒരു 30 സീറ്റുകളിലേക്ക് അത് വർദ്ധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിൽ 30 അല്ലെങ്കിൽ ഒരു 25-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കോളൂ. അതാണ് ബി ജെ പി അത്ര മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് ബി ജെ പിക്ക് ഭരണം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ബി ജെ പി ഇതെല്ലാം വളരെ കൃത്യമായിട്ട്, ഈ കാര്യത്തിൽ ബി ജെ പിയെ നമ്മൾ CPM-ഉമായിട്ട് വേണം തുലനം ചെയ്യാൻ. CPM അങ്ങനെയാണ്. 50 കൊല്ലം കഴിഞ്ഞുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നേ അവർ ചിന്തിക്കുകയാണ്. ഒരു 25 കൊല്ലം കഴിഞ്ഞുള്ള സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ രീതിയിൽ അവർ ഇന്നേ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ബി ജെ പി കേന്ദ്ര നേതൃത്വം അങ്ങനെയാണ്. ഞാൻ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, ബി ജെ പി കേന്ദ്ര നേതൃത്വം. CPM അത്രത്തോളം ഫോർകാസ്റ്റ് ചെയ്താണോ ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് അതിലൊക്കെ മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനും എന്നാളും എന്നുള്ള ഒരവസ്ഥയിലേക്ക്, ഞാനും എൻ്റെ കുടുംബവും എന്നൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർ വളരെ സീരിയസ് ആയിട്ടാണ് കേരളത്തെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുന്നത്. നമ്മൾ പറയും ഇവിടെ LDF-ഉമായിട്ട് അന്തർധാര ഒക്കെയാണ്. ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും, ഒരു മാധ്യമ വിദ്യാർത്ഥി അങ്ങനെ തന്നെ പറയാം, ഞാനിപ്പോഴും ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണെന്നുള്ള അവകാശവാദമൊന്നുമില്ല, വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും എനിക്ക് മനസ്സിലായത് CPM-നെ അവർ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ബംഗാളിൽ സ്വയം ഉപ്പുവെച്ച കലം പോലെ ഈ പാർട്ടി നശിച്ചത്, അതുപോലെ കേരളത്തിലും അവർ നശിക്കും എന്ന് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ശരി. ആ കണക്ക് അവരെ കേരളത്തിൽ അങ്ങനെ കണക്ക് കൂട്ടാൻ പ്രേരിപ്പിക്കുന്നത് ബംഗാളിൽ മമതയെപ്പോലെ, മമത വളർന്നു വരുന്ന കാലത്ത് അവിടെ ബി ജെ പി വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മമതയ്ക്കുള്ള സ്പേസ് അവിടെ വളരെ കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ മമത വേഴ്സസ് ബി ജെ പി ആണ് അവിടെ. ഈ മമതയുടെ പാർശ്വവർത്തികളെ, മമതയുടെ പിൻഗാമികളെയൊക്കെ എടുത്ത് നോക്കി അവരൊന്നും ബി ജെ പിയുടെ 7 അയലത്ത് നിന്ന് എതിരിടാൻ പറ്റിയ ആൾക്കാരല്ല. CPM ആകട്ടെ അവിടെ എന്താണ് അവരുടെ അവസ്ഥയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കേരളത്തിലേക്ക് വന്നാൽ നേരെ തിരിച്ചാണ്. ഇന്ന് CPM-നെ നേരിടാൻ കേരളത്തിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ബി ജെ പി ആണ്. ഇപ്പുറത്തെ സൈഡിൽ കോൺഗ്രസ് വളരെയധികം ദുർബലമായിരിക്കുന്നു. സംഘടനാ സംവിധാനം കൊണ്ടൊക്കെ കോൺഗ്രസ് അതിൻ്റെ തകർച്ചയുടെ ഏറ്റവും നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ്. പക്ഷേ UDF എന്ന സംവിധാനം അങ്ങനെയല്ല. അവിടെ ബി ജെ പിക്ക് ഒരു കോമ്പറ്റീറ്ററുണ്ട്, അത് മുസ്ലിം ലീഗാണ്. അപ്പം ബി ജെ പി കേന്ദ്ര നേതൃത്വം മുസ്ലിം ലീഗിനെ കാണാതിരിക്കുന്നില്ല. പക്ഷെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് മറ്റ് നിവൃത്തിയില്ലാതെ വന്ന് CPM-നോടൊപ്പം ചേർന്നാൽ അത് CPM-ന് സ്വയം നശിക്കാനുള്ള മാർഗമൊരുക്കുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നത്, കണക്ക് കൂട്ടുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശരി. ഇതാണ് ബി ജെ പി സ്ലോ ആൻഡ് സ്റ്റഡി ആണ്.
വളരെ കൃത്യമായിട്ട് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചാണ് കേന്ദ്ര നേതൃത്വം പോകുന്നത്. നമുക്കിവിടെ കേരളത്തിൽ സംസ്ഥാന നേതൃത്വവും മറ്റുമൊക്കെ എത്രത്തോളം ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അവരിതിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. കേന്ദ്രത്തിൽ അവർ ഒരു നാഷണൽ പൊളിറ്റിക്സ് പയറ്റുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നവർ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളമാണ് വരേണ്ടത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ വികസനത്തെ എങ്ങനെയെല്ലാം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു, ഈ രണ്ട് കാര്യവും BJP കേന്ദ്ര നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വയം നശിക്കാൻ വിട്ടുകൊണ്ട് അവർ സ്വയം അവരുടെ ശവക്കുഴി തോണ്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അവസരം നോക്കിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് എന്നൊരു കോമ്പറ്റീറ്ററെ കുറിച്ച് ഇവർ അത്രയേറെ കാര്യമായി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇനി ഈ പറഞ്ഞതുപോലെ BJP പിന്നെ CPM സംബന്ധിച്ച് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരും, അങ്ങനെ CPM നേരിടാനുള്ള ശക്തി BJPക്ക് കേരളത്തിലുണ്ടോ? ആയിട്ടില്ല എന്ന് കരുതിക്കോളൂ, ഞാനും യോജിക്കുന്നു. പക്ഷേ അതാകും എന്ന കാര്യത്തിൽ സംശയമില്ല. BJP വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, തളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസിനെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ CPM പോലെ. CPM ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എടുത്തു നോക്കിയ CPM കോൺഗ്രസിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടുന്ന CPM ആണ്. സങ്കല്പമാണ് ദേശീയ പാർട്ടി എന്നൊരു സംഗതിയേ ഇല്ല അതിനകത്ത്. ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഒരു വശത്ത് കോൺഗ്രസ് വളരാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, മറുവശത്ത് CPM-നെതിരെ സ്വയം വളർന്നുകൊണ്ട് CPM പിടിച്ചു കെട്ടാനും തകർക്കാനുമുള്ള രാഷ്ട്രീയമായി തകർക്കാനുമുള്ള കരുനീക്കങ്ങൾ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കരുനീക്കങ്ങളുമായി പോകുന്ന BJP എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരണം, എന്തിന് അദ്ദേഹത്തെ കൊണ്ടൊരു അജണ്ട പ്രഖ്യാപിക്കണം? ഇതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്താണ്? വളരെ കൃത്യമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു മോദി തരംഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നമ്മളിതൊക്കെ പറയുമ്പോഴും ഉറപ്പല്ലേ, അതുകൊണ്ടാണല്ലോ ബീഹാറിലൊക്കെ BJP കേരളത്തിൽ BJP പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ബീഹാറിലെ കഥ ഇപ്പോൾ അനീഷ് പറഞ്ഞല്ലോ, അത് വളരെ വ്യക്തമാണ്. നിതീഷും മോദിയും കൂടെ ചേർന്നത് കൊണ്ടാണ് അവിടെ 202 സീറ്റിലേക്ക് എത്തിയത്. നിതീഷിൻ്റെ അവിടുത്തെ കളങ്കരഹിതമായ പ്രതിച്ഛായ, ഒരു സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ നിതീഷിന് ഉള്ള വിശ്വാസ്യത, ഒപ്പം നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയുടെ സൗഹൃദം, ഈ ഡബിൾ എഞ്ചിൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ബീഹാറിൽ ശരിയായി. ആ കോമ്പിനേഷനാണ് ബീഹാറിൽ ഇത്രയും വലിയൊരു വിജയം BJPക്ക് നേടിക്കൊടുത്തത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലടക്കം BJPക്ക് ഈ വളർച്ചയുണ്ടായത് 2014 ശേഷമാണ്. 2010, 11 തെരഞ്ഞെടുപ്പ്, 10 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 11 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ചില പ്രത്യേക ജില്ലകളിൽ പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമാണ് BJPക്ക് മുന്നേറ്റം ഉണ്ടായത്. തിരുവനന്തപുരത്ത് 6 കൗൺസിലർമാരെ കിട്ടി. നേമത്തും കാട്ടാക്കടയിലും പിന്നെ പാലക്കാടും BJP ഈ പറഞ്ഞതുപോലെ 2ാം സ്ഥാനത്തോ ഒക്കെ വന്നു, അല്ലെങ്കിൽ 3ാം സ്ഥാനം 2ാം സ്ഥാനത്തിന് അടുത്തുള്ളൊരു 3ാം സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ പറയാം. പക്ഷെ 2014 ശേഷം മോദി വന്നതിന് ശേഷമാണ് വലിയ മുന്നേറ്റം. അതായത് BJPക്ക് വോട്ട് കൊടുത്താൽ പ്രയോജനമുണ്ട്, BJP ജയിക്കും, തോക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയല്ല എന്നൊരു ഒരു വ്യാഖ്യാനം ജനങ്ങളിൽ BJPക്ക് കൊടുക്കാൻ സാധിച്ചത് അപ്പോഴാണ്. അതുമാത്രമല്ല, ഇന്നും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ BJPക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫേസ് നരേന്ദ്രമോദി മാത്രമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് മോദിയെ കൊണ്ടുവരുന്നത്. മോദിയാണെങ്കിൽ മോദി ഈസ് ഈക്വൽ ടു വികസനം, മോദി ഈസ് ഈക്വൽ ടു ദേശസുരക്ഷ, മോദി ഈസ് ഈക്വൽ ടു സ്വൈരവും സമാധാനമുള്ളൊരു ജീവിതം. ഇതൊക്കെ ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിശക്തമായ ന്യൂനപക്ഷ സാന്ദ്രതയുള്ള സംസ്ഥാനത്ത്, എസ്പെഷ്യലി കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജനവിഭാഗത്തിന് അതിശക്തമായ വേരോട്ടമുള്ള കേരളം പോലുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയിൽ ഈ പറയുന്ന അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മോദിക്ക് സാധിക്കുമോ? ഈ പറയുന്ന അത്രയും വേഗത്തിൽ, പറയുന്ന അത്രയും അളവിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന അഭിപ്രായം എനിക്കുമില്ല. പക്ഷേ കാലക്രമേണ അതുണ്ടാകും. പക്ഷേ ഈ നമ്മൾ 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യ മുഴുവൻ മോദി എന്ന് പറയുന്ന ഒരു ഒറ്റ ബ്രാൻഡ് വെച്ചുകൊണ്ട് എത്ര നാൾ BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അതൊരു പ്രധാന ചോദ്യമാണ്. അത് എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് വരുന്ന 10 വർഷങ്ങൾ കൂടി BJPക്ക് അങ്ങനെ പോകാൻ സാധിക്കും. ശരി, ഞാനത് പരമാവധിയാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും 2029 1 നേഷൻ 1 ഇലക്ഷൻ
മോദി തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട, മോദിയുടെ നേതൃത്വത്തിലായിരിക്കും അത് സംഭവിക്കുക. അങ്ങനെ വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഈ പറയുന്ന തിരുവനന്തപുരത്ത് ജൈജാൻറ്റിക്കായിട്ട് BJPക്ക് വേരോട്ടമുള്ള സോക്കോൾഡും നിയമസഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം, എല്ലാം മൊത്തത്തിൽ അടങ്കലെടുക്കാൻ BJPക്ക് പറ്റും. അതുകൊണ്ടല്ലേ 30 തിരിച്ച് പണി ഇപ്പോഴേ ചെയ്തു തുടങ്ങിയിരിക്കുന്ന BJP. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താ, ഈ BJPയിലെ ഗ്രൂപ്പിസം തീർക്കാൻ 30 ജില്ലകളാക്കി തിരിച്ച് ജില്ലാ പ്രസിഡന്റുമാരെ വെച്ചു എന്നൊക്കെയാണ്. എന്നിട്ട് ജനറൽ സെക്രട്ടറിമാരെയൊക്കെ കൊടുത്ത് എല്ലാവർക്കും സ്ഥാനമൊക്കെ കൊടുത്ത് മറ്റേ കോൺഗ്രസിൻ്റെ ജംബോ സംവിധാനം പോലെയാണ്. അതൊന്നുമല്ല. BJPയെ, കേന്ദ്ര നേതൃത്വത്തെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും എതിർ രാഷ്ട്രീയക്കാരും ഒക്കെ വിലയിരുത്തുന്നത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കളി 2029 ലക്ഷ്യമിട്ടുള്ള പണിയാണ്. അതിൻ്റെ ബേസൊക്കെ ഇട്ട് വെച്ചു. ഇനി പതുക്കെ കെട്ടിപ്പൊക്കണം. അതവർ വളരെ കൃത്യമായിട്ട് കെട്ടിപ്പൊക്കും. അനീഷെ എഴുതി വെച്ചോളൂ, ന്യൂനപക്ഷ മേഖലയിലും BJP കടന്നു കയറും. ഈ പറയുന്ന മുസ്ലിം ബേസുള്ള, മുസ്ലിം വോട്ട് ബാങ്കുള്ള സ്ഥലത്തേക്കും BJP കടന്നു കയറും. പക്ഷേ കേരളത്തിൽ കുറച്ചുകൂടെ സമയമെടുക്കും. നോക്കൂ, UPയിൽ പല മണ്ഡലങ്ങളിലും, അതായത് മുസ്ലിം അതീവ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് BJP ജയിച്ചിരിക്കുന്നത് ചെറിയ വോട്ടിനൊന്നും അല്ല, ചെറിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല. ഞാൻ ലോക്സഭയിലെ കാര്യമല്ല പറയുന്നത്, അവിടുത്തെ നിയമസഭയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഇവരെല്ലാം പലതും പറയും. കുറച്ചൊക്കെ കമ്മ്യൂണലായിട്ട് സംസാരിക്കും, ആക്ഷേപങ്ങൾ ഉന്നയിക്കും, ഇതൊക്കെ പറയും. പക്ഷേ ഭരണത്തിൽ വരുമ്പോൾ പരമാവധി ആൾക്കാരെ ജനം എന്നൊരു ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്. അങ്ങനെ നഗ്നമായ പ്രീണനമോ ഏതോ ഒന്നും BJP തുടരുന്നതായിട്ട് നമുക്ക് അങ്ങനത്തെ എത്ര സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ പറഞ്ഞ പ്രചാരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ കുറേയൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മളതൊരു നല്ല അതെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഭരണം, അതെത്രത്തോളം നോക്കൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എനിക്കറിയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ BJPയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാണ്. അവരുടെ ഈ മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്, മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങളിലടക്കം. ഇപ്പോൾ കേരളത്തിൽ അതൊന്നും ഒരു വലിയ വിഷയമല്ല, പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വിദ്യാഭ്യാസമൊക്കെ അവിടെ. നമ്മളിപ്പോഴാണ് അവിടെ നല്ല റോഡുകൾ പോലും കാണുന്നത്. കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു 99 വാജ്പേയി സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. 2005 നിതീഷ് വന്നതിന് ശേഷമാണ് ബീഹാറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായത്. കൃത്യമായിട്ട് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്, ജോലിക്ക് ആൾ വരുന്നതൊക്കെ 2005 ശേഷമാണ്. അത് പറഞ്ഞ ഒരുപാട് കഥകൾ പറയാനാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ BJP കാലക്രമേണ ഇത് മാറ്റിയെടുക്കും. BJPയുടെ മേലുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക, അവർക്കുള്ള വെറുപ്പ്, വിരോധം, ഇതെല്ലാം കാലം കൊണ്ട് മാറും. അവസാനമായിട്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു കേരളത്തിൽ കുറച്ചുകൂടെ സമയമെടുക്കുമെന്ന് താങ്കൾ പറയുകയുണ്ടായി. അങ്ങനെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇക്കുറി തലസ്ഥാനത്ത് BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ ഈ കുറച്ചുകൂടെ വൈകുമെന്ന് പറഞ്ഞത് കുറച്ചുകൂടെ നേരത്തെ ആകുമോ? അതിന് സാധ്യതയുണ്ട്. നേരത്തെ ആകും എന്നുള്ളതല്ല, ഈ BJP നടത്തി വരുന്ന കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതികളെ അത് ത്വരിതപ്പെടുത്തും. ഇതൊരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ BJPക്ക് പറയാൻ കേരളത്തിൽ തന്നെ ഒരു മാതൃകയുണ്ട്. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം നഗരസഭ നോക്കൂ. ഇപ്പോൾ BJP പറയുന്നത് എന്താ, നിങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റി നോക്കൂ. ഞങ്ങൾ ഈ 5 കൊല്ലം ഭരിച്ചു, 5 10 കൊല്ലം ഭരിച്ചു. അവിടെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത്, എവിടെയൊക്കെയാണ് ഞങ്ങൾ നേടിയത്, ആ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ ഇതുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് BJPയെ സംബന്ധിച്ചൊരു വലിയ ഒരു മാതൃകയാണ്, മോഡലായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഏതായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനവിധി നോക്കട്ടെ, ശേഷം ചർച്ചകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.